അങ്ങനെ രാജ്യമെങ്ങും പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ആശങ്ക പുലർത്തുകയാണ്. അതോടൊപ്പം തന്നെ പ്രവാസികളിലേക്ക് പടരുന്ന ആ ആശങ്ക ചെറുതൊന്നുമല്ല. ഇതിനെതിരെ കേരള നിയമസഭയും രംഗത്തെത്തിയിരിക്കുകയാണ്. ഗവർണറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ പൗരത്വ ഭേദഗതിക്കെതിരെ കേരള നിയമസഭ ഇന്ന് പ്രമേയം പാസാക്കുമെന്ന വാർത്തകൾ വന്നിരുന്നു. രാജ്യത്താദ്യമായിട്ടാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഒരു നിയമസഭാ പ്രമേയം ചർച്ച ചെയ്യുന്നതെന്നത് ഏറെ ശ്രദ്ധേയമാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണം 10 വർഷം കൂടി നീട്ടാനുള്ള പ്രമേയം പാസാക്കാൻ ചേർന്ന പ്രത്യേക സമ്മേളനത്തിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ ഒഴിവാക്കിയതിനെതിരെയുള്ള പ്രമേയമാണ് മറ്റൊരു ചർച്ച എന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഞ്ഞടിക്കുകയുണ്ടായി. പൗരത്വ ഭേദഗതി മതവിവേചനത്തിന് ഇടയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുകയും ചെയ്തു. രാജ്യമെങ്ങും ആശങ്കയാണ്, ഒപ്പം പ്രവാസികൾക്കിടയിലും ആ ആശങ്ക ശക്തമാണ്. അതുകൊണ്ട് നിയമം റദ്ദാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തിൽ വ്യക്തമായി പറയുന്നത്. രാജ്യത്ത് തന്നെ ആദ്യമായാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഒരു നിയമസഭയിൽ പ്രമേയം വരുന്നതെന്നത് വളരെ ശ്രദ്ധേയമാണ്. സർവകക്ഷി യോഗ തീരുമാനമനുസരിച്ച് പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്താണ് പ്രമേയ അവതരണം. നിയമസഭയിൽ പ്രമേയം പാസാക്കി പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാനത്തിന്റെ പൊതുവികാരം കേന്ദ്രത്തെ അറിയിക്കാനാണ് സർക്കാരിന്റെ തീരുമാനമെന്നത്. കേന്ദ്രത്തിന്റേത് മതരാഷ്ട്ര സമീപനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നവരെ പാർപ്പിക്കാനുള്ള തടങ്കൽ പാളയങ്ങൾ കേരളത്തിൽ ഉണ്ടാകില്ല എന്നും പറയുകയും ചെയ്തു. അതിനുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലെന്നും പിണറായി വിജയൻ പറയുകയുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രമേയത്തെ BJP അംഗം ഒ രാജഗോപാൽ എതിർക്കുകയുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച പ്രമേയത്തിന്റെ അവസാന ഭാഗത്ത് വ്യക്തത കുറവുണ്ടെന്ന് KC ജോസഫ് പറയുകയുണ്ടായി. വലിയ വിഭാഗത്തെ ബാധിക്കുന്ന മതാടിസ്ഥാനത്തിൽ വേർതിരിവുണ്ടാകുന്ന നിയമം റദ്ദാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് മുഖ്യമന്ത്രി അവതരിച്ച പ്രമേയത്തിൽ മുഖ്യമായും പറയുന്നത്. ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും വരെ 2019 പൗരത്വ ഭേദഗതി നടപ്പാക്കുന്നത് ആവർത്തിക്കണം എന്ന ആവശ്യം കൂടി കൂട്ടിച്ചേർക്കണമെന്നും പ്രതിപക്ഷത്തിന് വേണ്ടി KC ജോസഫ് പറയുകയുണ്ടായി. 18 പേരുടെ പാനലാണ് പ്രമേയാവതരണത്തിന് ശേഷം നിയമസഭയിൽ സംസാരിക്കുന്നത് തന്നെ. രാജ്യമെങ്ങും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അലയടിക്കുമ്പോൾ പ്രവാസികളിലും പരക്കുന്ന ആശങ്ക ചെറുതൊന്നുമല്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.